ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലൂസി ഗ്രേ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് എഴുതിയ വ്യക്തി വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് പോയറ്റ് ഓഫ് നാച്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പോയറ്റ് ഓഫ് നാച്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വേർഡ്സ്വർത്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ്, ST കോളറിഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു പോയറ്റുമായി കണ്ടുമുട്ടി. ഈ രണ്ട് പേരും എഴുതിയിട്ടുള്ള ഒരു പോയത്തിൻ്റെ സമാഹാരമുണ്ട്. അതിൻ്റെ പേരാണ് ലിറിക്കൽ ബലാഡ്സ് എന്ന്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിസ് മീറ്റിംഗ് വിത്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് എ സിഗ്നിഫിക്കൻ്റ് റിലേഷൻ. രണ്ടാളും തമ്മിലുള്ളൊരു മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിരുന്നു. ടുഗദർ ദേ പബ്ലിഷ്ഡ് ദ ലിറിക്കൽ ബലാഡ്സ് ഇൻ 1798 എന്നും കാണാൻ പറ്റും. രണ്ട് ആളും ചേർന്നുകൊണ്ട് ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന പോയറ്റിക് സമാഹാരം ആന്തോളജി ഓഫ് പോയട്രി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ലിറിക്കൽ ബലാഡ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, വേർഡ്സ്വർത്ത് പബ്ലിഷ്ഡ് ലിറിക്കൽ ബലാഡ്സ് ടുഗദർ വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട് വൺ വേർഡായിട്ട്. അതിൻ്റെ ആൻസറാണ് ST കോളറിഡ്ജ് എന്ന്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം, ഫോർ വേർഡ്സ്വർത്ത് പോയട്രി ഈസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അറൈസിങ് ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന്. വേർഡ്സ്വർത്ത് ഒരു പോയത്തിനെ പറ്റി പറഞ്ഞതാണ്. ഒരു പോയം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞതാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ സ്വമേധയായുള്ള ഒരു നിറഞ്ഞൊഴുക്ക്, ഓഫ് പവർഫുൾ ഫീലിങ്സ് നല്ല ഫീലിങ്സിൻ്റെ ഒരു നിറഞ്ഞൊഴുക്കാണ്. അറൈസിങ് ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സീനിയറി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഏരിയ കണ്ടുവരുമ്പോൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലിങ്ങനെ അത് വീണ്ടും വീണ്ടും വരുന്നു. അങ്ങനെ വരുമ്പോൾ പോയറ്റ്സ് അത് പേപ്പറിലേക്ക് എഴുതി വെക്കുന്നു. അതാണ് പോയട്രി എന്നാണ് ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ലൂസി ഗ്രേ എന്ന് പറയുന്നത് ശരിക്കൊരു 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. ഇതിലേറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലൂസി ഗ്രേ ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ അക്കൗണ്ട് ഓഫ് ട്രാജിക് ഡെത്ത് ഓഫ് എ യങ് ഗേൾ. ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഉണ്ടായ ഒരു സംഭവമാണ്. ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ അക്കൗണ്ട്, യഥാർത്ഥ വിവരണമാണ്. ഓഫ് ദ ട്രാജിക് ഡെത്ത് ഓഫ് എ ഗേൾ, ഒരു പെൺകുട്ടിയുടെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു മരണത്തെ പറ്റിയിട്ടുള്ളത്. നരേറ്റഡ് ടു വേർഡ്സ്വർത്ത്, ഇത് വേർഡ്സ്വർത്തിനെ വിവരിച്ചു കൊടുക്കുന്നത് ബൈ ഹിസ് സിസ്റ്റർ ഡൊറോത്തി എന്ന് പറയുന്ന ഡൊറോത്തി വേർഡ്സ്വർത്ത്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്ററായ ഡൊറോത്തി വേർഡ്സ്വർത്തിന് പറഞ്ഞു കൊടുത്ത ഒരു സ്റ്റോറി ആയിരുന്നു സത്യത്തിൽ ലൂസി ഗ്രേ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു പോയട്രി ആക്കിയിട്ട് നമ്മുടെ വേർഡ്സ്വർത്ത് എഴുതുകയാണ് ചെയ്തത്. ദ യങ് ഗേൾ വെൻറ്റ് ഔട്ട് വൺ ആഫ്റ്റർനൂൺ ഇൻ ടു എ സ്റ്റോം. ഈ ചെറിയ പെൺകുട്ടി ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്റ്റോമൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിപ്പുറപ്പെടുന്നു. ആൻഡ് വാസ് നെവർ ഫൗണ്ട് അഗെയിൻ, പിന്നെ അവളെ ഒരിക്കലും തിരിച്ച് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ അച്ഛന് കാട്ടിൽ നിന്നൊക്കെ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് വിൽക്കുന്ന ജോലിയായിരുന്നു. അമ്മ പട്ടണത്തിൽ ജോലി ചെയ്യാണ്. അങ്ങനെ പട്ടണത്തിലേക്ക് അമ്മ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉച്ചയായപ്പോഴേക്കും നല്ല കാറ്റും ഇടിയും മഴയൊക്കെ ഉണ്ടാവാനുള്ള രൂപത്തിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ കുന്നുകൂടി വന്നു. ആ സമയത്ത് അച്ഛന് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് സത്യത്തിലത്. അതാണ് നമ്മുടെ പോയട്രി ആയിട്ട് ഇവിടെ വില്യം വേർഡ്സ്വർത്ത് അവതരിപ്പിക്കുന്നത്. ലൂസി ഗ്രേ, നമ്മുടെ ആ പോയട്രിയിലേക്ക് കടക്കാം. ലൂസി ഗ്രേ. ഓഫ് ഐ ഹാഡ് ഹേർഡ് ഓഫ് ലൂസി ഗ്രേ. ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫൺ എന്നുള്ള മീനിങ്ങാണ്. മിക്കപ്പോഴും ഞാൻ ലൂസി ഗ്രേയെ കേട്ടിട്ടുണ്ട്. പോയറ്റ് പറയാം,
ആൻഡ് വെൻ ഐ ക്രോസ് ദ വൈൽഡ്, ഞാൻ ഈ കാടൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഐ ചാൻസ്ഡ് ടു സീ അറ്റ് ബ്രേക്ക് ഓഫ് ഡേ ദ സോളിറ്ററി ചൈൽഡ്. ഐ ചാൻസ്ഡ് ടു സീ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാനിടയായി. അറ്റ് ബ്രേക്ക് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ദ സോളിറ്ററി ചൈൽഡ്, സോളിറ്ററി എന്ന് പറഞ്ഞാൽ ലോൺലി എന്നുള്ള മീനിങ്ങാണ്. ലോൺലി ചൈൽഡിനെ ഞാൻ കണ്ടു, പ്രഭാതത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൾ മരിച്ചതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്നത്. ട്രാജിക് ഡെത്ത് എന്നല്ലേ പറഞ്ഞത്, മരണത്തിന് ശേഷം. പിന്നീട് വേർഡ്സ്വർത്ത് ഒരു പ്രാവശ്യം ആ കാട്ടിലൂടെ നടന്നു പോയ സമയത്ത് കണ്ടു എന്ന് പറയാണ്. നോ മേറ്റ് നോ കംറാഡ് ലൂസി ന്യൂ. ഒരു കൂട്ടാളി എന്നുള്ള അർത്ഥമാണ് മേറ്റ്, ഫ്രണ്ട് എന്നൊക്കെ പറയാം. നോ കംറാഡ് എന്ന് പറഞ്ഞാൽ സഖാവ് എന്നൊക്കെ പറയും. കംറാഡ് ഫ്രണ്ട്സ് എന്നുള്ള മീനിങ്ങാണ്. ലൂസി ന്യൂ എന്ന് പറഞ്ഞാൽ ലൂസിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ലൂസി ഗ്രേ ഒറ്റക്കാണ് ഉള്ളത്, തനിച്ചാണുള്ളത്. ഷീ ഡെൽറ്റ് ഓൺ എ വൈഡ് മൂർ. അവൾ ജീവിക്കുന്നത് എവിടെയാണ്? ഓൺ എ വൈഡ് മൂർ, നല്ല വിശാലമായ. മൂർ എന്ന് പറഞ്ഞാൽ നല്ല പുല്ലൊക്കെ ഉള്ള പരന്ന് കിടക്കുന്ന പ്രദേശത്തിനാണ് മൂർ എന്ന് പറയുക. മൂർലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ദ സ്വീറ്റസ്റ്റ് തിങ് ദാറ്റ് ഹെവർ ഗ്രൂ ബിസൈഡ് എ ഹ്യൂമൻ ഡോർ. ഇവിടെ ലൂസി ഗ്രേനെയാണ് പറയുന്നത്. ലൂസി ഗ്രേ വാസ് ദ സ്വീറ്റസ്റ്റ് ഗേൾ ഐ ഹാവ് സീൻ ഇൻ എനി ഹൗസ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ലൂസി ഗ്രേയെ പോലെയുള്ള അത്രയും കാണാൻ ഭംഗിയുള്ള ചുറുചുറുക്കുള്ള ചാടിക്കളിച്ച് നടക്കുന്ന പെൺകുട്ടി, ആ രൂപത്തിലൊരു പെൺകുട്ടി ആ ഏരിയയിൽ തന്നെ ഇല്ല. എല്ലാ ആളുകൾക്കും, അയൽവാസികൾക്കും എല്ലാവർക്കും ലൂസി ഗ്രേ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ നല്ല ഇഷ്ടമാണ്. യു യെറ്റ് മേ സ്പൈ ദ ഫോൺ അറ്റ് പ്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ എന്ത് കാണാൻ പറ്റും? യു യെറ്റ് മേ സ്പൈ. സ്പൈ എന്ന് പറഞ്ഞാൽ സീ എന്നുള്ള അർത്ഥമാണ്. യു യെറ്റ് മേ സ്പൈ ദ ഫോൺ അറ്റ് പ്ലേ. ഫോൺ എന്ന് പറഞ്ഞാൽ മാൻകുട്ടി എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾക്കിപ്പോൾ മാൻകുട്ടികൾ ചാടിക്കളിക്കുന്നത് അവിടെ പോയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ലൂസി ഗ്രേയുടെ ആ ചാടിക്കളിക്കലോ അവൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കളിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കവിടെ പോയാൽ കാണാൻ പറ്റുക മാൻപേടകളെ കാണാം. ദ ഹെയർ അപ്പോൺ ദ ഗ്രീൻ. പച്ചപ്പിൽ അല്ലെങ്കിൽ പച്ചപ്പുല്ലിലൊക്കെ ഹെയർ അപ്പോൺ ദ ഗ്രീൻ. ഹെയർ എന്ന് പറഞ്ഞാൽ മുയലുകളാണ്. മുയലുകളെ നമുക്കവിടെ കാണാൻ പറ്റും. ബട്ട് ദ സ്വീറ്റ് ഫേസ് ഓഫ് ലൂസി ഗ്രേ വിൽ നെവർ മോർ ബി സീൻ. പക്ഷേ ലൂസി ഗ്രേയുടെ ആ നല്ല സ്വീറ്റ് ഫേസ്, നല്ല ഭംഗിയുള്ള മുഖം, നെവർ മോർ ബി സീൻ, അതൊരിക്കലും നിങ്ങൾക്ക് കാണാൻ അവിടെ കഴിയില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ടുനൈറ്റ്, ഇതിൻ്റെ ആ സംഭവം എന്ത് എന്നുള്ളതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ് 3 സ്റ്റാൻസയായിട്ട് പറഞ്ഞത്. ഇനി ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ച കാര്യമാണ് ഇനിയുള്ള സ്റ്റാൻസകളിൽ പറയുന്നത്. അച്ഛനെ ഈ ലൂസി ഗ്രേയെ വിളിച്ചിട്ട് പറയാം, ടുനൈറ്റ് വിൽ ബി സ്റ്റോമി നൈറ്റ്. മോളെ വിളിച്ചിട്ട് പറയാം, മോളെ ടുനൈറ്റ് വിൽ ബി എ സ്റ്റോമി നൈറ്റ്. ഇന്നത്തെ രാത്രി നല്ല ഇടിയും മഴയും ഒക്കെ ഉള്ള നല്ല കാറ്റുള്ള ഒരു രാത്രിയായിരിക്കാം. യു ടു ദ ടൗൺ മസ്റ്റ് ഗോ. യു മസ്റ്റ് ഗോ ടു ദ ടൗൺ എന്നാണ് മീനിങ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായിട്ടും ടൗണിലേക്ക് പോകണം. കാരണം എന്താ? ടൗണിലാണ് അമ്മ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ടൗണിലേക്ക് പോകണം. എങ്ങനെ പോകണം, എന്തിനു പോകണം എന്നുള്ളത് താഴെ വരുന്നുണ്ട്. ആൻഡ് ടേക്ക് എ ലാൻറ്റേൺ. ഒരു റാന്തൽ പിടിച്ചോ. ലാൻറ്റേൺ എന്ന് പറഞ്ഞാൽ റാന്തൽ, വിളക്ക് എന്നൊക്കെ പറയാം. ഒരു വിളക്കും കൂടെ നിൻ്റെ കയ്യിലെടുക്കണം നീ, എന്നിട്ട് വേണം പോവാൻ. ചൈൽഡ്, കണ്ടോ ലൂസി ഗ്രേനെ വിളിച്ചിട്ടാണ് പറയുന്നത്. ടു ലൈറ്റ് യുവർ മദർ ത്രൂ ദ സ്നോ. എന്തിനാണ് ലാൻറ്റേൺ പിടിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകുന്നത്, ടൗണിലേക്ക് പോകുന്നത്? ടു ലൈറ്റ് യുവർ മദർ ത്രൂ ദ സ്നോ. മഞ്ഞിലൂടെ നിൻ്റെ അമ്മയ്ക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. കുറച്ച് സമയം കഴിഞ്ഞാൽ മഞ്ഞ് വീഴും. അങ്ങനെ മഞ്ഞൊക്കെ വീണ് വഴിയൊക്കെ മൂടിപ്പോവും. അപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് പട്ടണത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് കൂട്ടിന് പോവാനാണ് ഈ കുട്ടിയോട് പറഞ്ഞത്. അമ്മ പട്ടണത്തിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മയെ തേടിയിട്ടാണ് ഈ കുട്ടി പോകുന്നത്. ദാറ്റ് ഫാദർ വിൽ ഐ ഗ്ലാഡ്ലി ഡു. അപ്പോൾ ഈ കുട്ടി പറയാണ്, ദാറ്റ് ഫാദർ, അച്ഛാ, വിൽ ഐ ഗ്ലാഡ്ലി ഡു എന്ന് പറഞ്ഞാൽ ഐ വിൽ ഡു ഗ്ലാഡ്ലി എന്നുള്ള മീനിങ്ങാണ്. ഞാൻ എന്ത് ചെയ്യാം? സന്തോഷപൂർവ്വം ചെയ്യാം. എനിക്ക് ചെയ്യാൻ വളരെ ഹാപ്പിയാണ് ഞാൻ. അമ്മയുടെ അടുത്തേക്ക് റാന്തലുമായിട്ട് ഞാൻ പോയിക്കോളാം. ഇറ്റ്സ് സ്കേഴ്സ്ലി ആഫ്റ്റർനൂൺ. പക്ഷേ ഇതെന്തായിട്ടുള്ളൂ?
സ്കേഴ്സ്ലി ആഫ്റ്റർ നൂൺ, ഉച്ചങ്ങ് തിരിഞ്ഞേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് സ്കേഴ്സ്ലി ആഫ്റ്റർ നൂൺ, കഷ്ടിച്ച് ആഫ്റ്റർനൂൺ ആയിട്ടേ ഉള്ളൂ. ദ മിനിസ്റ്റർ ക്ലോക്ക് ഹാസ് ജസ്റ്റ് സ്ട്രക്ക് 2. അതേപോലെ തന്നെ മിനിസ്റ്റർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ചർച്ച് ക്ലോക്കാണ്. ചർച്ചിലൊക്കെ വലിയ ക്ലോക്ക് ഉണ്ടാവും. ആ ക്ലോക്ക് 2 അടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ 2 മണി അടിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് യോണ്ടർ ഈസ് ദ മൂൺ, യോണ്ടർ എന്ന് പറഞ്ഞാൽ ദേർ എന്നുള്ള അർത്ഥമാണ്, ഓവർ ദേർ. ദാ അവിടെ അതാ മൂണിനെ നമുക്ക് കാണാനും പറ്റും എന്ന് പറഞ്ഞാൽ അധികം വൈകിട്ടൊന്നുമില്ല എന്നാണ് കുട്ടി അച്ഛനോട് പറയുന്നത്. ഞാൻ ചെയ്തോളാം, പക്ഷേ അധികം വൈകിട്ടൊന്നുമില്ല. അറ്റ് ദീസ് ദ ഫാദർ റൈസ്ഡ് ഹിസ് ഹുക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുളത്ത് എന്നാണ് അർത്ഥം. അച്ഛന് വിറകൊക്കെ കൊളത്തിയെടുക്കുന്ന കുളത്താണത്. റൈസ്ഡ് ഹിസ് ഹുക്ക് ആൻഡ് സ്നാപ്ഡ് എ ഫൊഗോട്ട് ബാൻഡ്. സ്നാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. എ ഫൊഗോട്ട് ബാൻഡ് എന്ന് പറഞ്ഞാൽ വിറക് കെട്ട്. അച്ഛനൊരു വിറക് കെട്ട് പൊട്ടിച്ചങ്ങിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛന് കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കെട്ടുകളാക്കി വിൽക്കുന്ന ജോലിയാണ് അച്ഛനുള്ളത്. അച്ഛൻ്റെ ജോലിയിൽ ബിസിയാണ്, അതാണ് പറയുന്നത്. ഹി പ്ലൈഡ് ഹിസ് വർക്ക്. പ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്ഡ്, ബിസിലി എന്നുള്ള മീനിങ്ങാണ്. ഹിസ് വർക്ക്, അച്ഛൻ്റെ ജോലിയിൽ ബിസി ആയിട്ട് തുടർന്നു. ആൻഡ് ലൂസി ടുക്ക് ദ ലാൻഡേൺ ഇൻ ഹെർ ഹാൻഡ്. ലൂസി ഗ്രേ അവളുടെ കയ്യിൽ അവളുടെ ആ ലാൻഡേൺ, ആ ഒരു റാന്തലും പിടിച്ച് നടക്കാൻ ആരംഭിച്ചു. നോട്ട് ബ്ലിതർ ഈസ് ദ മൗണ്ടെയിൻ റോ. മൗണ്ടെയിൻ റോ എന്ന് പറഞ്ഞാൽ മാൻപേടകൾ, റോ എന്ന് പറഞ്ഞാൽ ഡീർ, മാൻപേടക്കാണ് റോ എന്ന് പറയാം. നോട്ട് ബ്ലിതർ എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ഹാപ്പി എന്നുള്ള അർത്ഥമാണ്. ബ്ലിതർ ഈസ് ദ മൗണ്ടെയിൻ റോ. മാൻപേടകൾക്ക് പോലും അന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തില്ലായിരുന്നു, ഹാപ്പി അല്ലായിരുന്നു അവർ. വിത്ത് മെനി എ വാൻഡേൺ സ്ട്രോക്ക്. വാൻഡേൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി എന്നുള്ള അർത്ഥമാണ്. ഈ കുട്ടിയുടെ പോക്കാണ് അത് വിശദീകരിക്കുന്നത്. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികളായാൽ നമുക്കറിയാം, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെള്ളക്കെട്ടോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ഷൗട്ടങ്ങ് കൊടുക്കും. എന്ന പോലെയാണ് ഈ കുട്ടി പോകുന്നത്. വിത്ത് മെനി എ വാൻഡേൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവൾ നടക്കുമ്പോൾ അവളുടെ കാലിലൊക്കെ തട്ടിയിട്ട് സ്ട്രോങ് ആയിട്ട്, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ള അർത്ഥമാണ്. അവളെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചാണ് പോകുന്നത്. മഞ്ഞുകളൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നുണ്ട്. വാൻഡേൺ സ്ട്രോക്ക്. ഹെർ ഫീറ്റ് ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടി പറത്തുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പിരിച്ചു വിടുക, പിരിഞ്ഞു പോവുക എന്നൊക്കെ പറയാം. ഹെർ ഫീറ്റ് ഡിസ്പേഴ്സ് ദ പൗഡർ ഈ സ്നോ. സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്. പൗഡർ പോലെ മഞ്ഞിങ്ങനെ പാറി പറക്കുന്നുണ്ട് അവൾ ഓരോ തട്ടുമ്പോൾ. ദാറ്റ് റൈസസ് അപ്പ് ലൈക്ക് സ്മോക്ക്. അതിങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്, ലൈക്ക് സ്മോക്ക്. അവളെ തട്ടുന്ന ആ മഞ്ഞുകൾ ഒരു സ്മോക്ക് പോലെ, പൊടി പോലെ ഇങ്ങനെ, പൊടിയല്ല, സ്മോക്ക് എന്ന് പറയുമ്പോൾ പുക പോലെ പാറി ഇങ്ങനെ വരികയാണ് അന്തരീക്ഷത്തിൽ. ദ സ്റ്റോം കെയിം ഓൺ ബിഫോർ ഇറ്റ്സ് ടൈം. അങ്ങനെ അവരും പ്രതീക്ഷിച്ചതിൻ്റെ മുമ്പ് കൊടുങ്കാറ്റ് വന്നു. ഷീ വാണ്ടേർഡ് അപ്പ് ആൻഡ് ഡൗൺ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. ആൻഡ് മെനി എ ഹിൽ ഡിഡ് ലൂസി ക്ലൈംബ്. ഒരുപാട് ഹിൽസുകൾ, കുന്നുകൾ അവൾക്ക് വഴിതെറ്റിപ്പോയി. അങ്ങനെ ഒരുപാട് കുന്നും കുണ്ടും ഒക്കെ ഒരുപാട് കുന്നുകൾ ക്ലൈംബ് അള്ളിപ്പിടിച്ചു, ഒരുപാട് കയറിപ്പോയി. ബട്ട് നെവർ റീച്ച്ഡ് ദ ടൗൺ. പക്ഷെ അവൾക്ക് ടൗൺ എത്താൻ പറ്റിയില്ല. ഒരുപാട് കുന്നുകളൊക്കെ കയറിപ്പോയി, വഴിതെറ്റിപ്പോയി. അവൾക്ക് നല്ല കാറ്റും മഴയും അതേപോലെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായി, വഴിതെറ്റിപ്പോയി. അവർക്കൊരിക്കലും അവളുടെ ടൗണിലേക്ക് എത്തിയില്ല, അമ്മയുടെ അടുത്തേക്ക് എത്തിയില്ല. ആൻഡ് മെനി എ ഹിൽ ഡിഡ് ലൂസി ക്ലൈംബ് ബട്ട് നെവർ റീച്ച്ഡ് ദ ടൗൺ. പക്ഷെ ഒരിക്കലും ടൗണിലെത്തിയില്ല. ദ റെക്കഡ് പാരൻസ് ആൾ ദാറ്റ് നൈറ്റ്. റെക്കഡ് എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ട് തകർന്ന. പാരൻസ് അച്ഛനമ്മമാർ. ഓൾ ദാറ്റ് നൈറ്റ് ആ രാത്രി മുഴുവനും. വെൻറ്റ് ഷൗട്ടിങ് ഫാർ ആൻഡ് വൈഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ടിങ് ഫാർ ആൻഡ് വൈഡ്. ഒരുപാട് ലൂസി ലൂസി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട്, ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങോളം ഇങ്ങോളം എന്നൊക്കെ പറയാം. എല്ലായിടത്തും ആ രാത്രി മുഴുവനായിട്ടും അവർ എല്ലായിടത്തും ലൂസി ഗ്രേ ലൂസി ഗ്രേ ലൂസി ഗ്രേ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് അവർ അലഞ്ഞു തിരിഞ്ഞു. ബട്ട് ദെയർ വാസ് നെയ്തർ സൗണ്ട് നോർ സൈറ്റ്. പക്ഷേ ലൂസി ഗ്രേയുടെ സൗണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിളിക്കു മറുപടി പറയുന്നതോ, നോർ സൈറ്റ്, ലൂസി ഗ്രേയെ കാണാനോ ഇവർക്ക് പറ്റിയില്ല. അച്ഛനമ്മമാർ ഒരുപാട് കുട്ടിയെ വിളിച്ച് നടന്നു, പക്ഷേ കുട്ടിയുടെ സൗണ്ട് കേട്ടില്ല എന്ന് മാത്രമല്ല കുട്ടിയെ കണ്ടെത്തിയതുമില്ല. ടു സേവ് ദം ഫോർ എ ഗൈഡ്. ഗൈഡ് നമുക്കറിയാലോ, ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടിയായിട്ട് ലൂസി ഗ്രേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ വിളിക്കുന്ന വിളി കേട്ടാൽ ആ വിളി കേൾക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അന്വേഷിക്കാം.
അങ്ങനെ വിളി കേട്ടതുമില്ല, അവരേറ്റ ലൂസി ഗ്രേറ്റ് അച്ഛനമ്മമാരെ കണ്ടതും ഇല്ല എന്ന്. അറ്റ് ഡേ ബ്രേക്ക് ഓൺ എ ഹിൽ ദേ സ്റ്റുഡ്. അങ്ങനെ പ്രഭാതത്തിൽ ഡേ ബ്രേക്ക് ഓൺ എ ഹിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ ദേ സ്റ്റുഡ്, അച്ഛനമ്മമാർ നിന്നു. ദാറ്റ് ഓവർലുക്ക്ഡ് ദ മൂർ, അത് നേരെ നോക്കിയാൽ ഒരു ചതുപ്പ് പ്രദേശത്തേക്കാണ്. മൂർ എന്ന് പറഞ്ഞാൽ മൂർലാൻഡ്, നന്നായിട്ട് പരന്നു കിടക്കുന്ന പ്രദേശത്തിനാണ് മൂർലാൻഡ് എന്ന് പറയാം. വലിയ ചെടികളൊന്നും ഉണ്ടാവില്ല, വലിയ മരങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശം. ആൻഡ് ദെൻസ്, അവിടെ നിന്നും ദേ സോ ദ ബ്രിഡ്ജ് ഓഫ് വുഡ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് ഓഫ് വുഡ്, മരം കൊണ്ടുള്ള ഒരു പാലം അവർ കണ്ടു. എ ഫർലോങ് ഫ്രം ദെയർ ഡോർ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എ ഫർലോങ് ഫ്രം ദെയർ ഡോർ, ആ വുഡ്, ബ്രിഡ്ജ് ഓഫ് വുഡ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എ ഫർലോങ് ഫ്രം ദെയർ ഡോർ, അവരുടെ ഡോറിൽ നിന്നും ഒരു ഫർലോങ് ദൂരെ. പണ്ടുള്ള ആളുകളൊക്കെ ഫർലോങ് എന്ന് പറയുന്ന ഒരു ദൂരമൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് കിലോമീറ്റർ എന്നൊക്കെ പറയാം. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എ ഫർലോങ് ഫ്രം ദെയർ ഡോർ, അവരുടെ വീട്. ഡോറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടാണ്, ഹൗസാണ് ഡോറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ വീടിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഇത് കാണുന്നത്, ഈ ഒരു ബ്രിഡ്ജ് ഓഫ് വുഡ് കാണുന്നത്. ആൻഡ് ടേണിങ് ഹോം വേർഡ്, അങ്ങനെ ഇവരേതായാലും തെരച്ചിലൊക്കെ മതിയാക്കി വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിരിക്കുകയാണ്. ടേണിങ് ഹോം വേർഡ്, വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നൗ ദേ ക്രൈഡ്, അങ്ങനെ അവർ അവസാനം വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് അവരിങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞു, ഇൻ ഹെവൻ വി ആൾ ഷാൾ മീറ്റ്, സ്വർഗത്തിൽ വെച്ചിട്ട് കാണാം ഇനി നമുക്ക് എന്ന് ഈ ലൂസി ഗ്രേയോട് ഇവർ പറയാണ്. എന്ന് പറഞ്ഞാൽ ഇനി അവളെ ഒരിക്കലും കിട്ടില്ല, അവൾ മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് അച്ഛനമ്മമാർ പറയാണ്, ഇൻ ഹെവൻ വി ആൾ ഷാൾ മീറ്റ്, ഇനി സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം എന്ന്. വെൻ ഇൻ ദ സ്നോ ദ മദർ സ്പൈഡ് ദ പ്രിൻ്റ് ഓഫ് ലൂസീസ് ഫീറ്റ്, അങ്ങനെ തിരിച്ചു പോരാനിരിക്കുന്ന സമയത്ത് ഇൻ ദ സ്നോ ദ മദർ സ്പൈഡ്, സ്പൈഡ് എന്ന് പറഞ്ഞാൽ സോ എന്നുള്ള അർത്ഥമാണ്. മഞ്ഞിൽ അമ്മ കണ്ടു ദ പ്രിൻ്റ് ഓഫ് ലൂസീസ് ഫീറ്റ്, ലൂസി ഗ്രേയുടെ ഫുട് പ്രിൻ്റ്, ചവിട്ട് പടി അതങ്ങനെ കണ്ടു, ചവിട്ടിയ ആ ഒരു ഫുട് പ്രിൻ്റ്, ആ അടയാളം കണ്ടു. ദെൻ ഡൗൺവേർഡ് ഫ്രം ദ സ്റ്റീപ്പ് ഹിൽസ് എഡ്ജ്, പിന്നെ ആ ഫുട് പ്രിൻ്റ് താഴേക്ക് പോകുന്നുണ്ട്. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ എന്നൊക്കെ പറയാം, ചെരിഞ്ഞ് നിൽക്കുന്ന, കുത്തനെ നിൽക്കുന്ന. ഹിൽസ് എഡ്ജ്, കുന്നിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ദേ ട്രാക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവർ പിന്തുടർന്നു. ദേ ഫോളോവുഡ് എന്നുള്ള അർത്ഥമാണ്. ദ ഫുട് മാർക്സ് സ്മാൾ എന്ന് പറഞ്ഞാൽ ദേ ട്രാക്ക്ഡ്, ദേ ഫോളോഡ് ദ സ്മാൾ ഫുട് മാർക്സ് എന്നുള്ള മീനിങ് ആണ്. അവർ ആ ലൂസി ഗ്രേയുടെ ചെറിയ ആ കുഞ്ഞു ഫുട് മാർക്കുകൾ അതങ്ങനെ പിന്തുടർന്ന് അവർ പോയി. ആൻഡ് ത്രൂ ദ ബ്രോക്കൺ ഹൊത്രോൺ ഹെഡ്ജ്, ഹൊത്രോൺ ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു തരം മുള്ളുള്ള ചെടിയാണ്, ഒരു മുള്ളുകൊണ്ടുള്ള വേലി എന്നൊക്കെ പറയാം. അത് ത്രോണി ബുഷാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ആൻഡ് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും അതിന്മേന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു മുള്ളുള്ള ഒരു ബുഷ്, അതുകൊണ്ടുള്ള ഒരു തരം വേലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കുട്ടി. ആൻഡ് ബൈ ദ ലോൺ സ്റ്റോൺ വാൾ, അങ്ങനെ അതും കഴിഞ്ഞ് കുറേ പോയി. ഒരു സ്റ്റോൺ വാൾ, കല്ലുകൊണ്ടുള്ള ഒരു കെട്ട്, ആ ഒരു കല്ലുകൊണ്ടുള്ള ഒരു മതിൽ, അതും കഴിഞ്ഞ് ആ ഫുട് പ്രിൻ്റ് അങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ദെൻ അൻ ഓപ്പൺ ഫീൽഡ് ദേ ക്രോസ്ഡ്, അതും കഴിഞ്ഞ് അങ്ങനെ അവർ പോയിട്ട് ആ കല്ലുകൊണ്ടുള്ള കെട്ടും കഴിഞ്ഞ് അവർ പോയി. അങ്ങനെ ഓപ്പൺ ഫീൽഡ് ദേ ക്രോസ്ഡ്, ഒരു നല്ല തുറസായ സ്ഥലം, അതും അവർ ക്രോസ് ചെയ്തു പോയി. ദ മാർക്ക് വേഴ്സ് സ്റ്റിൽ ദ സെയിം, അപ്പോഴൊക്കെ ആ ഫുട് മാർക്സ് അവിടെ തന്നെ അതേപോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫുട് മാർക്സ് അവർക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. അവർ ആ ഫുട് മാർക്കിൻ്റെ പിന്നാലെ തന്നെ അവർ പോകുന്നു. ദേ ട്രക്കഡ് ദം ഓൺ, അവരെന്ത് ചെയ്തു, അതിനെ തന്നെ പിന്തുടർന്നു. നോർ എവർ ലോസ്റ്റ്, ഒരിക്കലും അത് അവരെ നഷ്ടപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ലൂസി ഗ്രേയുടെ ഫുട് പ്രിൻ്റ് വാച്ച് ചെയ്തുകൊണ്ട് അവർ പോകുന്നു. ആൻഡ് ടു ദ ബ്രിഡ്ജ് ദേ കെയിം, അങ്ങനെ അവസാനം എവിടെ വരെ എത്തി, ഒരു ബ്രിഡ്ജ് വരെ എത്തി അവർ. ദേ ഫോളോഡ് ഫ്രം ദ സ്നോയി ബാങ്ക്, ഈ ബ്രിഡ്ജ് ചെറിയൊരു കനാലാണ്, ആ കനാലിൻ്റെ തീരത്താണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ആ കനാലിന് കുറുകെയാണ് ബ്രിഡ്ജ് ഉള്ളത്. ആ ബ്രിഡ്ജിലേക്ക് കയറുന്ന അതിൻ്റെ തീരത്തിലൂടെ അവരിങ്ങനെ വന്നു. ദ ഫുട് മാർക്സ് വൺ ബൈ വൺ, അവിടെയൊക്കെ ഈ ലൂസി ഗ്രേയുടെ ഫുട് മാർക്സ് ഓരോന്നായിട്ടുണ്ട്, അവിടെ കാണുന്നുണ്ട്.
ഇൻ ടു ദ മിഡിൽ ഓഫ് ദ പ്ലാങ്ക്. ഏതുവരെ കാണാൻ പറ്റും? മിഡിൽ ഓഫ് ദ പ്ലാങ്ക്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വുഡൻ ബ്രിഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാങ്ക് മരത്തിൻ്റെ പലകക്കാണ് പ്ലാങ്ക് എന്ന് പറയാം, വുഡൻ ബ്രിഡ്ജ്. അപ്പോൾ ആ വുഡൻ ബ്രിഡ്ജിൻ്റെ മിഡിൽ വരെ, മധ്യത്തിൽ വരെ ഈ ഫുട് പ്രിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫർദർ ദർ വേർ നൺ. അതിന് ശേഷം ഉണ്ടല്ലോ ദർ വേർ നൺ, ഒരൊറ്റ ഫുട് മാർക്ക് പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ മധ്യത്തിൽ എത്തിയതിന് ശേഷം ആ പെൺകുട്ടി ആ കനാലിലേക്ക്, ആ ചെറിയ പെൺകുട്ടി ആ കനാലിലേക്ക് വീണു പോയിട്ടുണ്ടാവും എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ഊഹിക്കാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് കാണുന്നില്ല എന്ന് അച്ഛനമ്മമാരങ്ങനെ തീരുമാനിക്കുക, ആ കുട്ടി ആ കനാലിൽ വീണ് പോയിട്ടുണ്ട് എന്ന്. യെറ്റ് കണ്ടോ, എന്നിട്ട് പറയാം യെറ്റ് എന്നാലും, സം മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ സം ബിലീവ് ആസ് ട്രൂ എന്നുള്ള അർത്ഥമാണ്. മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും വിശ്വസിക്കുന്നു. ദാറ്റ് ടു ദിസ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ദിവസം പോലും വിശ്വസിക്കുന്നു. ഷീ ഈസ് എ ലിവിങ് ചൈൽഡ്. അവളൊരു ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളെന്ന് ഇപ്പോഴും അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലെ അത്രയും ഈ പെൺകുട്ടി ഡീപ്പായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോഴും അവൾ ജീവിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ ആളുകൾ പറയും എന്ന്. ദാറ്റ് യു മേ സീറ്റ് ലൂസി ഗ്രേ അപ്പോൺ ദ ലോൺസം വൈൽഡ്. ഇപ്പോൾ നമുക്കവിടെ പോയാൽ, പോയിട്ട് പറയാണ്, നമുക്കവിടെ പോയാൽ ആ ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ 6 വയസ്സുകാരി പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയെ, ആ കുട്ടിയെ നമുക്ക് ഇപ്പോഴും അവിടെ കാണാം. അപ്പോൺ ദ ലോൺസം വൈൽഡ് എന്ന് പറഞ്ഞാൽ, ലോൺസം എന്ന് പറഞ്ഞാൽ ലോൺലി എന്നുള്ള മീനിങ്ങാണ്. അവൾ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ, ആ കാട്ടിൽ ഒറ്റയ്ക്കാണ് അവൾ ഉണ്ടാവുക. ഓവർ റഫ് ആൻഡ് സ്മൂത്ത് ഷീ ട്രിപ്സ് എലോൺ. കണ്ടോ, അവൾ തനിച്ച്. ഓവർ റഫ് ആൻഡ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പരുക്കനായതും അതേപോലെ തന്നെ സ്മൂത്ത് നല്ല മിനുസമുള്ള ഭാഗത്തും പാറക്കെട്ടുകളും അങ്ങനെയുള്ള പല ഏരിയകളും ഇവളങ്ങനെ അതിലൂടെയൊക്കെ അവൾ ട്രക്ക് കണ്ടോ, അവളെന്ത് ചെയ്യും? ട്രിപ്പ് എലോൺ, ഒരുമിച്ച് അവൾ തനിച്ച് അവൾ സ്വന്തം അങ്ങനെ ട്രിപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ആ നെവർ ലുക്സ് ബിഹൈൻഡ്, അവൾ ഒരിക്കലും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവളെ ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റൂ, ബാക്ക് മാത്രമേ കാണാൻ പറ്റൂ, ഫ്രണ്ട് കാണാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിങ്സ് എ സോളിറ്ററി സോങ്. അതുമാത്രമല്ല അവൾ ഒരു സോളിറ്ററി സോങ് പാടുന്നാണ് പറയുന്നത്. ഒരു തനിച്ച് ഒറ്റയ്ക്ക് അവൾ സ്വന്തം പാട്ടുപാടി അങ്ങനെ ഈ ട്രക്ക് ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ കുന്നുകളും പാറകളും കയറി അങ്ങനെ പോകുന്നത് നമുക്ക്, അവൾ ഒറ്റയ്ക്ക് കളിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവളുടെ ഫേസും നമുക്ക് കാണാൻ പറ്റില്ല എന്ന്. ദാറ്റ് വിസിൽഡ് ഇൻ ദ വിൻഡ്. ആ സോളിറ്ററി സോങ് ഉണ്ടല്ലോ, ആ സോങ്, ആ പാട്ട്, അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വിസിൽഡ് ഇൻ ദ വിൻഡ്, ആ വിൻഡിലൂടെ, ആ കാറ്റിലൂടെ അവളുടെ പാട്ടും കൂടെ നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ ചൂളമടിച്ച് എത്തും എന്നാണ് പോയിട്ട് നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇത്രയാണ് ഈ ഒരു ലൂസി ഗ്രേ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ബൈ.